Good morning, everyone. Myself, Abdul Manaf from PG Department of Commerce. Today, we are going to discuss about Introduction to Financial Management, BCom Finance fifth semester സ്പെഷ്യലൈസേഷൻ പേപ്പറായ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെറും 3 ടോപ്പിക്കുകളാണ്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബിസിനസ് ഫിനാൻസ്. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറയുന്നതിന് മുന്നേ എന്താണ് ഫിനാൻസ് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഏതൊക്കെ എന്നുള്ളതാണ്. പിന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവ് ചെയ്യാണ്. മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. ദ വേർഡ് ഫിനാൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ ഓൾഡ് ഫ്രഞ്ച് വേർഡ് ഫൈൻ. ഇറ്റ് മീൻസ് ടു പേ, സെറ്റിൽ ഓർ ഫിനിഷ്. ഫിനാൻസ് എന്നുള്ള വേർഡ് നമ്മുടെ ഓൾഡ് ഫ്രഞ്ച് വേർഡായ ഫൈൻ എന്നുള്ള വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആ ഫൈൻ എന്നുള്ള വേർഡിന്റെ മീനിങ് ആണെന്ത്? ടു പേ, സെറ്റിൽ ഓർ ഫിനിഷ്. ഫിനാൻസ് എന്നുള്ള വേർഡ് ഓൾഡ് ഫ്രഞ്ച് വേർഡായ ഫൈൻ എന്നുള്ള വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിന്റെ മീനിങ് ആണ് ഫിനിഷ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഓക്സ്ഫോർഡ് ഡിക്ഷണറി ദ വേർഡ് ഫിനാൻസ് മീൻസ് മാനേജ്മെന്റ് ഓഫ് മണി. ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് മണിയാണ്. മണിയെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതുപോലെ മണിയെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ഫിനാൻസ് എന്നുള്ളത്. പിന്നെ ബിസിനസ് ഫിനാൻസ് റെഫേഴ്സ് ടു ദ മാനേജ്മെന്റ് ഓഫ് ദ മോണിറ്ററി അഫയേഴ്സ് ഓഫ് എ ബിസിനസ് എന്റർപ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനാൻസ് എന്നുള്ളത് മാനേജ്മെന്റ് ഓഫ് മണിയാണ്, അതൊരു ഇൻഡിവിജ്വലിന്റെ കേസിലാണ്. എന്നാൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ് എന്റർപ്രൈസിലെ മോണിറ്ററി അഫയേഴ്സ് എല്ലാതും മാനേജ് ചെയ്യുക എന്നതാണ്. അപ്പൊ അത് ബിസിനസ് നടക്കുന്ന എല്ലാ പണപരമായിട്ടുള്ള ഇടപാടുകളും നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നമ്മളെ ഫണ്ട് റേസ് ചെയ്യുക, അത് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എന്ത് ബിസിനസ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു ഓസ്ബോൺ, ഫിനാൻസ് ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് മീൻസ് റേസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫണ്ട് ബൈ എ ബിസിനസ്. അത് ബിസിനസ്സിന് ആവശ്യമായുള്ള ഫണ്ട് നമ്മൾ റേസ് ചെയ്യുകയും അതിന് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ അത് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണെന്ത് ഫിനാൻസ് എന്നുള്ളത്. അപ്പം മക്കളെ, ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഫ്രഞ്ച് വേർഡായ ഫൈൻ എന്നുള്ള വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രകാരം ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് മണിയാണ്. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എന്റർപ്രൈസിലെ പണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുക, അതായത് ബിസിനസ്സിന് ആവശ്യമായുള്ള ഫണ്ട് നമ്മൾ റേസ് ചെയ്യുകയും അതിന്റെ എഫക്റ്റീവ് അലോക്കേഷനുമാണ് എന്ത് ബിസിനസ് ഫിനാൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മക്കളെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മണി ആൻഡ് ഫിനാൻസ്. മണിയും ഫിനാൻസും സെയിം ആണോ എന്നുള്ളതാണ്. രണ്ടും സെയിം അല്ല എന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കറൻസിയെയാണ് എന്ത് ചെയ്യുക നമ്മൾ മണി എന്ന് പറയാ. അത് ഇന്ത്യ രാജ്യത്താണെങ്കിൽ റുപ്പീസ് ആണ്, സൗദിയിലാണെങ്കിൽ സൗദി റിയാൽ ആണ്, ദുബായിലാണെങ്കിൽ ദുബായ് ദിർഹമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ രാജ്യത്തിന്റെയും കറൻസിയെയാണ് നമ്മൾ മണി എന്ന് പറയുക. എന്നാൽ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണിയുടെ മാനേജ്മെന്റ് ഓഫ് മണി ആണെന്ത് ഫിനാൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഫിനാൻഷ്യൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ഫിനാൻസ്. മെയിൻ ആയിട്ട് നമുക്ക് 4 ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഡിസിഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ദെൻ ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. ആ 10 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. അപ്പൊ എൻ്റെ മുന്നിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ മുന്നിൽ വരുന്ന 2 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. ഞാൻ ഏത് ടൈപ്പ് ഓഫ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ എത്രമാത്രം ഫണ്ട് ഞാൻ എന്ത് ചെയ്യണം ആ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ 2 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത്. കാരണം ദ ഡിസിഷൻ റിഗാർഡിംഗ് ഹൗ മച്ച് ടു ബി ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്സ് ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് അസറ്റ് ഈസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് അസറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ അതിൽ എത്രമാത്രം ഫണ്ട്, 10 ലക്ഷം കംപ്ലീറ്റും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ, അതല്ല അതിൽ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയും. ദെൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നും പറയും. ഓക്കെ, then next in decision, financial decision and the financing decision is concerned with the selection of source of finance. There are 2 main source of funds, shareholders fund and borrowed fund. അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട്, ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും?
കണ്ടെത്താൻ മെയിനായിട്ട് നമുക്ക് രണ്ട് മാർഗങ്ങളാണുള്ളത്. അതിന്റെ സോഴ്സ് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവരുന്ന ഫണ്ട്, അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവരുന്ന ഫണ്ട്, അവർ റിയൽ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ് ആണ്. ആ ബിസിനസിന്റെ ഓണേഴ്സ് കൊണ്ടുവരുന്ന ഫണ്ട്, അതാണ് ഒന്നാമത്തെ സോഴ്സ്. രണ്ടാമത്തെ സോഴ്സ് ആണ് നമ്മൾ കടം വാങ്ങുന്ന സോഴ്സ്, ബൊറോയിഡ് ഫണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നതാവാം. അപ്പൊ ഇങ്ങനെ മെയിൻ ആയിട്ട് രണ്ട് സോഴ്സുകളാണ് നമുക്ക് എന്ത് ഫിനാൻസ് കണ്ടെത്താനുള്ള ഉറവിടങ്ങൾ. ഓക്കെ, അപ്പൊ അതിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യണം, സെലക്ട് ചെയ്യുമ്പോൾ എത്രമാത്രം സെലക്ട് ചെയ്യണം, ഈ കാര്യങ്ങളാണ് ഫിനാൻസിങ് ഡിസിഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് ഉണ്ട്, ബോറോവേഴ്സ് ഫണ്ട് ഉണ്ട്, ഏത് സോഴ്സ് ഞാൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഏതാണ് നമുക്ക് സൂട്ടബിൾ ആകുക എന്നതാണ് എന്ത് ഫിനാൻസിങ് ഡിസിഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത്. സോ മൂന്നാമത്തെ ഡിസിഷൻ ആണ് എന്ത് ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ പറയുന്ന പേരാണെന്ത് ഡിവിഡൻഡ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഒരു കൊല്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തു, കച്ചവടമൊക്കെ ചെയ്തു, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് റിട്ടേൺ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ എത്ര കൊടുക്കണം, അതുപോലെ എത്ര ഫണ്ട് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യമാണ് എന്ത് ഡിവിഡൻഡ് ഡിസിഷനിൽ നമ്മൾ പറയുന്നത്. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ, ഭാവിയിൽ എന്തും സംഭവിക്കാം. അപ്പൊ കുറച്ച് ഫണ്ട് നമ്മുടെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്ത് വെക്കണം, എത്രമാത്രം ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഡിസിഷൻ ആണ് എന്ത് ഡിവിഡൻഡ് ഡിസിഷനിൽ നമ്മൾ മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദ ഫേം. ദ മാനേജ്മെന്റ് ഹാസ് ടു ഡിസൈഡ് ഹൗ മച്ച് ടു ബി ഡിസ്ട്രിബ്യൂട്ട് ടു ഷെയർ ഹോൾഡേഴ്സ് ബൈ വേ ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഹൗ മച്ച് ടു റീറ്റെയിൻ ഇൻ ദി ബിസിനസ്. ക്ലിയർ ആണ്, എത്രമാത്രം ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രമാത്രം ഫണ്ട് നമ്മുടെ ഫേമിൽ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കണം എന്നുള്ള ഡിസിഷൻ ആണെന്ത് ഡിവിഡൻഡ് ഡിസിഷൻ. സോ നാലാമത്തെ ഡിസിഷൻ ആണ് ലിക്വിഡിറ്റി ഡിസിഷൻ. മക്കളെ, നമ്മൾ ബിസിനസ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ എല്ലാ ഫണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യില്ല, പൈസ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റി മൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ കുറച്ച് കറണ്ട് അസറ്റിൽ, അത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ടോ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വേണം, പൈസ വേണം, എന്നെങ്കിലും നമ്മുടെ ഓപ്പറേഷൻസ് എന്ത് ചെയ്യുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ലിക്വിഡിറ്റി ഡിസിഷൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇറ്റ്സ് കൺസേൺഡ് വിത്ത് മാനേജ്മെന്റ് ഓഫ് കറണ്ട് അസറ്റ്. ദിസ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ദ ഡിസിഷൻ റിഗാർഡിംഗ് ഹൗ മച്ച് ഫണ്ട്സ് ആർ റിക്വയർഡ് ടു മീറ്റ് ഡേ ടു ഡേ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഈസ് നോൺ ആസ് ലിക്വിഡിറ്റി ഡിസിഷൻ. നമ്മുടെ ബിസിനസ്സിലെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യണം, കരുതി വെക്കണം. അതായത് കറണ്ട് അസറ്റിൽ കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. എല്ലാതും കൊണ്ടിട്ട് നമ്മൾ ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മുടെ ഡേ ടു ഡേ പെർഫോമൻസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി ലിക്വിഡ് ആയ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ള ഡിസിഷൻ ആണ് എന്ത് ലിക്വിഡിറ്റി ഡിസിഷൻ. അപ്പൊ മക്കളെ, നമ്മൾ മെയിനായിട്ട് 4 ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ് പറഞ്ഞത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്, ഏത് ടൈപ്പ് ഓഫ് അസറ്റ് ഞാൻ സെലക്ട് ചെയ്യണം, അതിൽ എത്രമാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ പറഞ്ഞ പോയിന്റ്. പിന്നെ ഫിനാൻസിങ് ഡിസിഷൻ ആണ്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് ഞാൻ ഏത് സോഴ്സിൽ നിന്ന് കണ്ടെത്തും. മെയിനായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് ഉണ്ട്, പിന്നെ ബോറോവിഡ് ഫണ്ട് ഉണ്ട്, അതിൽ ഏത് കണ്ടെത്തും എന്നുള്ളതാണെന്ത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻ ആണ്, ഒരു പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എത്രമാത്രം ഷെയർ ഹോൾഡേഴ്സിന് ഞാൻ എന്ത് ചെയ്യണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രമാത്രം നമ്മുടെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്ത് വെക്കണം എന്നുള്ളതാണെന്ത് ഡിവിഡൻഡ് ഡിസിഷൻ. എന്നാൽ ലിക്വിഡിറ്റി ഡിസിഷൻ, നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ലിക്വിഡ് ക്യാഷ് നമ്മൾ എത്രമാത്രം എന്ത് ചെയ്യണം, നമ്മളിവിടെ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഈ ലിക്വിഡിറ്റി ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് മക്കളെ 4 ഫിനാൻഷ്യൽ ഡിസിഷൻ. സോ നെക്സ്റ്റ് മൂവ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താ എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിംപ്ലി മീൻസ് മാനേജ്മെന്റ് ഓഫ് ഫിനാൻസ്. ഫിനാൻസിന്റെ മാനേജ്മെന്റിനെ എന്ത് ചെയ്യുക, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഫിനാൻസ്. മാനേജ്മെന്റിന്റെയും ഫിനാൻസിന്റെയും കോമ്പിനേഷൻ ആണെങ്കിൽ മിക്സ്ഡ് വേഷൻ ആണെന്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത്. The process of managing fund of an organization is known as financial management. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഓർഗനൈസേഷനിലെ ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക, അത് എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫണ്ട് റേസ് ചെയ്യുകയും അതിനെ എഫക്റ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഡിവിഡൻഡ് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ മാനേജ്മെന്റ് ആസ്പെക്ട്സിൽ വരുന്നത്. ഇൻ ദ വേർഡ് ഓഫ് PJ ഹാസ്റ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് റേസിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. നമ്മൾ മണി റേസ് ചെയ്യുകയും അല്ലെങ്കിൽ ഫിനാൻസ് റേസ് ചെയ്യുകയും അതിനെ എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. ദ നെക്സ്റ്റ്,
അക്കോർഡിംഗ് ടു ആർച്ചർ പ്രകാരം നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻ ടു ദ ഫിനാൻസ് ഫംഗ്ഷൻ. പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആണ്. ആ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ നമ്മൾ ഫിനാൻസ് ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയും. സോ ലെറ്റ്സ് കൺക്ലൂഡ്. നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് ഫിനാൻസ്. ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് മണിയാണ്. മണിയെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നതാണ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 ഫിനാൻഷ്യൽ ഡിസിഷൻസ് നമ്മൾ പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ. സോ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതൊന്നുമല്ല, നമ്മളെ മണി ഫിനാൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക. അതായത് ഒരു ബിസിനസിന്റെ ഒരു ഓർഗനൈസേഷന്റെ ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുക. അതായത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അക്വയറിംഗ് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, റേസ് ചെയ്യുകയും അതിനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുക. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. താങ്ക് യു.